മലയാള സിനിമ കേട്ട എക്കാലത്തെയും മധുരമായ ഉറക്കുപാട്ട് ഏതാണ്? ഭൂരിപക്ഷം പേരും പറയും സുശീലാമ്മ സീത എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന ഗാനമാണെന്ന്. സുശീലാമ്മയുടെ ആദ്യത്തെ മലയാള ഗാനമാണിത്. ഈ ഗാനം പാടുമ്പോൾ തൻ്റെ ഉച്ചാരണം ശരിയാകുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട കഥ സുശീലാമ്മ തന്നെ പറയാറുണ്ട്. പ്രത്യേകിച്ചും ന എന്ന അക്ഷരം ശരിയാവാൻ. മലയാളത്തിൽ നമുക്ക് ന എന്നും ന എന്നും ഉണ്ടല്ലോ. ബാക്കി പല ഭാഷകളിലും ന എന്നൊരു വാക്ക് മാത്രമാണുള്ളത്. ഇത് ശരിയാക്കുവാനുള്ള സുശീലാമ്മയുടെ കഠിനമായ ശ്രമത്തിനിടയിൽ നാവ് പല്ലിൽ തട്ടി മുറിഞ്ഞു അത്രേ. എന്തായാലും പരിശ്രമത്തിന് ഫലം കണ്ടു. മലയാളത്തിലെ ഏറ്റവും മികച്ച ഉറക്കുപാട്ട്. കുശലകുമാരിയായിരുന്നു സീത. അഭയദേവിൻ്റെ മനോഹരമായ രചന, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം, RK ശേഖറിൻ്റെ വ്യത്യസ്തതയുള്ള ഓർക്കസ്ട്രേഷൻ. ആയിരത്തി 1968 പുറത്തിറങ്ങിയ ഉയർന്ന മനിതൻ എന്ന തമിഴ് ചിത്രം കൃഷ്ണൻ പഞ്ചു ആയിരുന്നു സംവിധാനം ചെയ്തത്. ശിവാജി ഗണേശൻ നായകൻ. ഇതിൽ MSV കണ്ണദാസൻ ടീമിൻ്റെ മനോഹരമായ ഗാനങ്ങളുണ്ട്. TMS ആലപിച്ച ഒരു വളരെ വ്യത്യസ്തതയുള്ളൊരു ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. ഈ ഗാനത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ വളരെ വ്യത്യാസമുള്ളതാണ്. അതായത് ചെറുപ്പത്തിൽ പള്ളിക്കൂടത്തിൽ ഒരുമിച്ച് പഠിച്ച രണ്ട് കൂട്ടുകാർ വാർദ്ധക്യത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അവർ അവരുടെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഈ പാട്ടിൽ ശരിക്കും പാട്ടിനേക്കാൾ കൂടുതൽ ഡയലോഗ്സ് ആണുള്ളത്. TM സൗന്ദരരാജൻ എന്നൊരു ഗായകനല്ലാതെ ഇങ്ങനെ ഒരു പാട്ട് പാടുവാൻ കഴിയുമോ എന്ന് സംശയമാണ്. കാരണം ഈ പാട്ടിൻ്റെ തൊട്ടുമുമ്പ് റെക്കോർഡിങ്ങിന് മുമ്പ് അദ്ദേഹം AVM സ്റ്റുഡിയോൻ്റെ ചുറ്റും ഒരു 10 റൗണ്ട് ഓടിയത്രേ, കിതപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ശിവാജി ഗണേശൻ അഭിനയിക്കുമ്പോൾ എന്തൊക്കെ അഭിനയിക്കുമെന്ന് ഊഹിച്ച് TMS പ്രത്യേക എഫക്റ്റുകൾ ഇടുമായിരുന്നു. ആ ഗാനം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ
TMS തന്നെയാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ഡയലോഗ് പറഞ്ഞാലും എത്ര ശ്വാസം എടുത്താലും ശ്രുതി ഒരു സ്ഥലത്ത് പോലും മാറിയിട്ടില്ല. TM സൗന്ദരരാജനെ പോലെയുള്ള ഗായകർ വല്ലപ്പോഴുമേ ജന്മം എടുക്കാറുള്ളൂ. അന്തനാൾ ஞாபகம் വന്നതേ ഇന്നതേ വന്നതേ നൻപനേ നൻപനേ. அந்தநாள் ஞாபகம் நெஞ்சிலே வந்ததே நண்பனே நண்பனே நண்பனே. அந்த நாள் ஞாபகம் நெஞ்சிலே வந்ததே நண்பனே நண்பனே நண்பனே. அந்த நாள் ஞாபகம் நெஞ்சிலே வந்ததே நண்பனே நண்பனே நண்பனே. இந்த நாள் அன்று போல் இன்பமாய் இல்லையே, அது ஏன் 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 நண்பனே. அந்த நாள் ஞாபகம் நெஞ்சிலே வந்ததே நண்பனே நண்பனே நண்பனே. இந்த நாள் அன்று போல் இன்பமாய் இல்லையே, அது ஏன் ஏன் நண்பனே. பாடம் படிப்பு ஆட்டம் பாட்டம் இதை தவிர வேறு எதை கண்டோம்? புத்தகம் பையிலே புத்தியோ பாட்டிலே, புத்தகம் பையிலே புத்தியோ பாட்டிலே, பள்ளியை பார்த்ததும் ஒதுங்குவோம் மழையிலே. நித்தமும் நாடகம் நித்தமும் நாடகம், நினைவெல்லாம் காவியம். நித்தமும் நாடகம் நினைவெல்லாம் காவியம். உயர்ந்தவன் தாழ்ந்தவன் இல்லையே நம்மிடம். பள்ளியை விட்டதும் பாதைகள் மாறினோம். கடமையும் வந்தது, கவலையும் வந்தது. பாசமென்றும் நேசமென்றும் வீடு என்றும் மனைவி என்றும், பாசமென்றும் நேசமென்றும் வீடு என்றும் மனைவி என்றும், 100 சொந்தம் வந்த பின்பும் தேடுகின்ற அமைதி எங்கே? 100 சொந்தம் வந்த பின்பும் தேடுகின்ற அமைதி எங்கே? அமைதி எங்கே? அந்த நாள் ஞாபகம் நெஞ்சிலே வந்ததே நண்பனே நண்பனே நண்பனே. இந்த நாள் அன்று போல் இன்பமாய் இல்லையே, அது ஏன் ஏன் நண்பனே. அவனவன் நெஞ்சிலே 1000 ஆசைகள், அழுவதும் சிரிப்பதும் ஆசையின் விளைவுகள். பெரியவன் சிறியவன், நல்லவன் கெட்டவன், உள்ளவன் போனவன் உலகிலே பார்க்கிறோம். எண்ணமே சுமைகளாய், இதயமே பாரமாய். எண்ணமே சுமைகளாய், இதயமே பாரமாய். தவறுகள் செய்தவன் எவனுமே தவிக்கிறான், அழுகிறான். தவறுகள் செய்தவன் எவனுமே அழுகிறான், எவனுமே
அழுகிறான். அந்த நாள் ஞாபகம் நெஞ்சினே வந்ததே நண்பனே நண்பனே நண்பனே. இந்த நாள் அன்று போல் இன்பமாய் இல்லையே, அது ஏன் ஏன் நண்பனே.